ദ ലെജൻഡ് ഓഫ് കിച്ചൺ സോൾജർ എപ്പിസോഡ് 7 ആരംഭിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിലെ അപകടകരമായ സംഭവങ്ങൾക്ക് ശേഷം സിയോങ് ജെ ഒരു മലഞ്ചെരുവിൽ തൂങ്ങിക്കിടക്കുന്ന രംഗത്തോടെയാണ്. ഭാഗ്യവശാൽ ശരിയായ സമയത്ത് ഷെഫ് ഐ സജീവമാവുകയും സഹായം എത്തുന്നതുവരെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കൂടുതൽ സുരക്ഷിതമായ ഒരു വഴി അവന് കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുന്നു. അധികം വൈകാതെ ഡോങ് ഹ്യൂൻ അവനെ കണ്ടെത്തുന്നു. ഇതോടെ വലിയൊരു അപകടം ഒഴിവാകുകയാണ്. ക്യാമ്പിലേക്ക് മടങ്ങുന്നതിനിടെ ഇരുവരും ഒരു അസാധാരണ കാഴ്ച ശ്രദ്ധിക്കുന്നു. മെഡിക്കൽ ടീമിലെ ചിലർ സമീപത്തുള്ള അരുവിയിൽ നിന്ന് നേരിട്ട് കുടിവെള്ളം ശേഖരിക്കുകയാണ്. ആദ്യം അതിന് വലിയ പ്രാധാന്യമൊന്നും തോന്നിയില്ല. എന്നാൽ അവർ ഇത് സിയോങ് ഹോയെ അറിയിച്ചതോടെ ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തുവരുന്നു. ഔട്ട് പോസ്റ്റിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം അടുക്കള ജീവനക്കാർ തയ്യാറാക്കിയ ഭക്ഷണമല്ലായിരുന്നു. യഥാർത്ഥ കുറ്റവാളി മലിനമായ വെള്ളമായിരുന്നു. ഈ കണ്ടെത്തൽ മുഴുവൻ സാഹചര്യവും മാറ്റിമറിക്കുകയാണ്. വേണ്ടത്ര അന്വേഷണം നടത്താതെ പാചകക്കാരെ കുറ്റപ്പെടുത്തിയതിനാൽ മിൻകു അടക്കമുള്ള മെഡിക്കൽ ടീമിന് ശിക്ഷ ലഭിക്കുന്നു. തുടർന്ന് സൈനികർ KCTC പരിശീലനത്തിന്റെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നു. വൈപ്പർ യൂണിറ്റിനെതിരെ നടന്ന തുരങ്ക ദൗത്യത്തിൽ കാട്ടിയ ധൈര്യത്തിനും ബുദ്ധിപരമായ ഇടപെടലിനും സിയോങ് ജെക്കും ഡോങ് ഹ്യൂനിനും വാർ ഹീറോ അവാർഡ് ലഭിക്കുന്നു. സിയോങ് ജെക്ക് നല്ല വാർത്തകൾ അവിടെ അവസാനിക്കുന്നില്ല. ഔട്ട് പോസ്റ്റിലേക്ക് മടങ്ങിയെത്തിയ ശേഷം അവന് പ്രൈവറ്റ് ഫസ്റ്റ് ക്ലാസ് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. അതോടൊപ്പം സ്മൈൽ ബാഡ്ജ് നിബന്ധനയും പൂർത്തിയാകുന്നു. ഇതോടെ ഷെഫ് പാത്ത് അവനെ ബിഗിനർ കുക്കിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കുക്കിലേക്ക് ഉയർത്തുന്നു. ഏറെ നാളുകൾക്ക് ശേഷം കാര്യങ്ങളെല്ലാം സിയോങ് ജെയുടെ അനുകൂലമായി പോകുന്നതായി തോന്നുന്നു. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ആഘോഷമായി ജെ യങ് തന്റെ സഹോദരന്റെ റെസ്റ്റോറന്റിൽ നിന്ന് ഡോങ് ഹ്യൂനിനും ബാരക് വണ്ണിന്റെ സൈനികർക്കുമായി ഭക്ഷണം കൊണ്ടുവരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. പക്ഷേ എല്ലാവർക്കും സന്തോഷിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല. ജിയോങ്ങും ക്വാൻ ചിയോളും പരിശീലനത്തിനിടെ ഒളിച്ചിരുന്ന് അടുക്കളയിൽ നിന്ന് മോഷ്ടിച്ച ന്യൂഡിൽസ് കഴിക്കുകയും പുകവലിക്കുകയും ചെയ്തതിനാൽ പിടിക്കപ്പെടുന്നു. അഭിനന്ദനങ്ങൾക്കു പകരം അവർക്ക് ലഭിക്കുന്നത് ശിക്ഷയാണ്. അതിനുശേഷം ഡോങ് ഹ്യൂൻ ഏറെ നാളായി കാത്തിരുന്ന അവധി നേടുന്നു. പരിശീലനത്തിൽ നേടിയ പുരസ്കാരങ്ങൾ കാരണം അവന്റെ അവധി ദിവസങ്ങൾ വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ അടുക്കളയിലെത്തി സിയോങ് ജെക്ക് വ്യക്തിപരമായി നന്ദി പറയുന്നുണ്ട്. ആ നിമിഷം വളരെ ഹൃദയസ്പർശിയാണ്. ഷെഫ് പാത്ത് ഡോങ് ഹ്യൂനിന്റെ വിശ്വാസവും നന്ദിയും അംഗീകരിച്ച് അവന്റെ ലൈക്കബിലിറ്റി സ്കോർ 100 ആക്കുകയും സിയോങ് ജെയുടെ ആദ്യ സഹപ്രവർത്തകനായി ഔദ്യോഗികമായി ചേർക്കുകയും ചെയ്യുന്നു. എന്നാൽ ഷെഫ് പാത്തിൽ ലഭിക്കുന്ന ഓരോ പ്രതിഫലത്തിനും ഒപ്പം ഒരു പുതിയ വെല്ലുവിളിയും ഉണ്ടാകാറുണ്ട്. ഡോങ് ഹ്യൂൻ അവധിയിലായിരിക്കുമ്പോൾ ക്വാൻ ചിയോൾ അടുക്കളയിൽ സഹായിക്കാൻ സന്നദ്ധനാകുന്നു. പക്ഷെ അവന്റെ സാന്നിധ്യം സഹായത്തേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഉടൻ തന്നെ ഷെഫ് പാത്ത് സിയോങ് ജെക്ക് പുതിയൊരു ഗെയിം നൽകുന്നു. പ്രശ്നക്കാരനായ ക്വാൻ ചിയോളിനെ വിശ്വസ്തനായ ഒരു സഹപ്രവർത്തകനാക്കി മാറ്റണം. അതിൽ പരാജയപ്പെട്ടാൽ ഇന്റർമീഡിയറ്റ് കുക്ക് എന്ന പദവിക്ക് യാതൊരു വിലയും ഉണ്ടാകില്ല. കാര്യങ്ങൾ കൂടുതൽ അപകടകരമാകുന്നു. ഭക്ഷണ വിതരണ സമയത്ത് ക്വാൻ ചിയോൾ തുറന്നു പറഞ്ഞ് ബാരക് 2വിന് മാത്രം പ്രത്യേക പരിഗണന നൽകുന്നു. നിശ്ചിത സമയത്തിന് പുറത്തായി മറ്റുള്ളവർക്കായി സൂക്ഷിച്ചിരുന്ന മാംസം ഗ്രിൽ ചെയ്യുകയും നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്നു. പരാതികൾ വർദ്ധിക്കുമ്പോൾ ഷെഫ് പാത്ത് ഗെയിം പുതുക്കുന്നു. ഇനി 7 ദിവസത്തിനുള്ളിൽ ക്വാൻ ചിയോളിനെ സഹപ്രവർത്തനാക്കുകയും മെസ്സിലെ സംതൃപ്തി 50% മുകളിലായി നിലനിർത്തുകയും വേണം. പരാജയപ്പെട്ടാൽ ഷെഫ് പാത്ത് സ്ഥിരമായി അവസാനിക്കും. അതേസമയം മറ്റൊരു കഥയും നിശബ്ദമായി മുന്നോട്ടു പോവുകയാണ്. റിപ്പോർട്ടറായ യേറിൻ സൈനിക ഭക്ഷ്യ വിതരണ കരാറുകളെക്കുറിച്ച് ഇപ്പോഴും സംശയത്തിലാണ്. അന്വേഷണത്തിനിടെ സംശയകരമായ വിതരണക്കാരുമായി ബന്ധപ്പെട്ട പ്രധാന കോണ്ടാക്ട് ലീ മിൻകു ആണെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഒരു സൂചനയെ പിന്തുടർന്ന് അവൾ ന്യാംപോ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു വിലാസത്തിലെത്തുന്നു. എന്നാൽ അവിടെ ഒരു വിതരണ കേന്ദ്രമല്ല, പഴയ വാഹനങ്ങളും ഉപകരണങ്ങളും നിറഞ്ഞ ഒരു ജങ്ക്യാർഡാണ് കാണുന്നത്. അതിലും സംശയകരമായി അവിടെ ജോലി ചെയ്യുന്ന ആൾ മിൻകുവുമായി ബന്ധമുള്ളവനാണെന്ന് തോന്നുന്നു. യേറിൻ അന്വേഷണം ആരംഭിച്ചതു മുതൽ തന്നെ അവളുടെ ചോദ്യങ്ങൾ മിൻകുവിലേക്ക് എത്തുന്നു. ഇതിനു പിന്നിൽ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് സൂചന ലഭിക്കുന്നുണ്ട്. ഔട്ട് പോസ്റ്റിൽ തിരിച്ചെത്തിയ സിയോങ് ജെ തന്റെ ഗെയിം പൂർത്തിയാക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നു. ക്വാൻ ചിയോൾ ഇപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മെസ്സിലെ സംതൃപ്തി നിരക്ക് അപകടകരമായി 50% പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന സിയോങ് ജെ ക്വാൻ ചിയോൾ മുമ്പ് മെസ്സിൽ ജോലി ചെയ്തിരുന്നുവെന്ന് അറിയുന്നു. ഇത് സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ അവനെ വീണ്ടും അടുക്കള ജോലിയിൽ ഉൾപ്പെടുത്താൻ അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും തിരിച്ചടിയാകുന്നു. ക്വാൻ ചിയോളിന്റെ സിയോങ് ജെയോടുള്ള വെറുപ്പ് പരമാവധിയായ 100-ലെത്തുന്നു. നിരാശനായ സിയോങ് ജെ യങ്ങിനോട് ക്വാൻ ചിയോളിനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോഴാണ് ഹൃദയഭേദകമായ സത്യം പുറത്തു വരുന്നത്. ക്വാൻ ചിയോൾ എപ്പോഴും ഇങ്ങനെ കോപിയായിരുന്നില്ല. സൈന്യത്തിൽ ചേർന്ന ആദ്യകാലത്ത് അവൻ സന്തോഷവാനും കഠിനാധ്വാനിയുമായിരുന്നു. അവന്റെ മുത്തശ്ശി ഒരു ഹാംബർഗർ കട നടത്തിയിരുന്നതിനാൽ അവനെ അടുക്കള ജോലിയിലേക്ക് നിയോഗിച്ചിരുന്നു. മുത്തശ്ശിയെ അവൻ അതിയായി സ്നേഹിച്ചിരുന്നു. അവധിക്ക് ശേഷം അവളുടെ ഹാംബർഗറുകൾ ക്യാമ്പിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു അവൻ.
എന്നാൽ സൈനിക സേവനത്തിനിടെ മുത്തശ്ശി മരണപ്പെട്ടതോടെ എല്ലാം മാറി. അവസാന നാളുകളിൽ അവളുടെ കൂടെ ഉണ്ടാകാൻ കഴിയാത്തതിന്റെ കുറ്റബോധം അവനെ അലട്ടിത്തുടങ്ങി. അതിനുശേഷം അവൻ സൈന്യത്തോടും ചുറ്റുമുള്ള ആളുകളോടും വിരോധം വളർത്താൻ തുടങ്ങി. അതേസമയം ഡോങ് ഹ്യുൻ തന്റെ അവധി പ്രതീക്ഷിച്ചതുപോലെ രസകരമല്ലെന്ന് തിരിച്ചറിയുന്നു. മാതാപിതാക്കൾ യാത്രയിലാണ്. സുഹൃത്തുക്കളിൽ പലരുടെയും ഫോൺ നമ്പറുകൾ മാറിയിരിക്കുന്നു. അതിനാൽ ക്വാൻ ചിയോളിന്റെ മുത്തശ്ശിയുടെ ഹാംബർഗർ റെസിപ്പി അവൻ മുന്നേ കഴിച്ചതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചോദിക്കാൻ സിയോങ് ജെ വിളിച്ചപ്പോൾ അവന് അതിയായ സന്തോഷം തോന്നുന്നു. ഷെഫ് പാത്തിന്റെ പ്രത്യേക സഹായശേഷി ഉപയോഗിച്ച് ഉപ്പാണ് പ്രധാന ചേരുവയെന്നറിയുന്ന ഒരു പഴയകാല ഹാംബർഗർ റെസിപ്പിയുടെ ഭാഗങ്ങൾ അവൻ കണ്ടെത്തുന്നു. അതാണ് ക്വാൻ ചിയോളിന്റെ മനസ്സിലേക്കുള്ള താക്കോൽ എന്ന് വിശ്വസിച്ച സിയോങ് ജെ ദിവസങ്ങളോളം പരീക്ഷണങ്ങൾ നടത്തുന്നു. ഓരോ ശ്രമവും യഥാർത്ഥ രുചിയോട് കൂടുതൽ അടുത്തെത്തുന്നു. അതേസമയം ജേയങ് മുത്തശ്ശി ഉണ്ടാക്കിയിരുന്ന ആ ഹാംബർഗർ അന്ന് കഴിച്ചതുകൊണ്ട് തന്നെ അതിന്റെ രുചിയോട് മാച്ചാണോ എന്നറിയാൻ കൂടുതൽ ബർഗറുകൾ രുചിച്ചു നോക്കേണ്ടി വരുന്നു. ഒടുവിൽ സിയോങ് ജെ മറ്റൊരു ബർഗറുമായി വരുമ്പോഴേക്കും അവൻ കരയാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നുണ്ട്. ഗെയിം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ സിയോങ് ജെ ഒടുവിൽ വിജയിക്കുന്നു. ആ രാത്രി ക്വാൻ ചിയോൾ അടുക്കള കൗണ്ടറിൽ ഒരു ഹാംബർഗർ കാണുന്നു. ആദ്യം അത് എടുത്ത് എറിഞ്ഞു കളയണമെന്നാണ് അവൻ കരുതുന്നത്. മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം ബ്രെഡ് വിഭവങ്ങളെല്ലാം അവന് വേദനാജനകമായ ഓർമ്മകളായിരുന്നു. പക്ഷേ എന്തോ ഒന്ന് അവനെ തടയുന്നു. അവൻ ഒരു കടി കഴിക്കുന്നുണ്ട്. അപ്പോൾ വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ തോന്നുകയാണ് അവന്. ആ പരിചിതമായ രുചി അവനെ ബാല്യകാല വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അടുക്കളയിൽ മുത്തശ്ശി അവന്റെ ഇഷ്ടഭക്ഷണം തയ്യാറാക്കുന്നതായി അവൻ മനസ്സിൽ കാണുന്നു. ഓരോ ചേരുവയ്ക്കും യഥാർത്ഥ റെസിപ്പിയുടെ അതേ രുചിയാണ്. ആ വികാരനിർഭരമായ ദൃശ്യത്തിൽ സിയോങ് ജെയും മുത്തശ്ശിയും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നു. മനസ്സിൽ ഇത്രയും വെറുപ്പ് സൂക്ഷിക്കരുതെന്ന് അവർ അവനോട് പറയുന്നുണ്ട്. വികാരങ്ങൾ അടക്കാനാകാതെ ക്വാൻ ചിയോൾ കരഞ്ഞുകൊണ്ട് മുഴുവൻ ബർഗറും കഴിച്ചു തീർക്കുന്നു. അടുത്ത ദിവസം രാവിലെ സിയോങ് ജെ അടുക്കളയിൽ എത്തിയപ്പോൾ മറ്റൊരു തർക്കം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ക്വാൻ ചിയോൾ ഇതിനകം കാബേജ് അരിയുന്ന ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. വർഷങ്ങളോളം മുത്തശ്ശിയെ സഹായിച്ച അനുഭവം കാരണം അവന്റെ കത്തി ഉപയോഗിക്കുന്ന കഴിവ് മികച്ചതായിരുന്നു. അതിലും പ്രധാനമായി അവന്റെ മനസ്സിനെ ചുറ്റിയുണ്ടായിരുന്ന വെറുപ്പിന്റെ മതിൽ തകർന്നിരിക്കുന്നു. വെറുപ്പ് 0-ലേക്ക് താഴുന്നു. ലൈക്കബിലിറ്റി 100-ലേക്ക് ഉയരുന്നു. ഷെഫ് പാത്ത് അവനെ ഡോങ് ഹ്യുവിനൊപ്പം സിയോങ് ജെയുടെ രണ്ടാമത്തെ സഹപ്രവർത്തകനായി അംഗീകരിക്കുകയാണ്. ഒരു നിമിഷത്തേക്ക് എല്ലാം തികഞ്ഞതുപോലെ തോന്നുന്നു. അപ്പോഴാണ് ദുരന്തം എത്തുന്നത്. കറുത്ത മേഘങ്ങൾ മലനിരകൾക്ക് മുകളിൽ കൂടിച്ചേരുന്നു. കനത്ത മഴ പ്രദേശത്തെ മുഴുവൻ മുക്കിത്തുടങ്ങുന്നു. ശക്തമായ കൊടുങ്കാറ്റ് എത്തുന്നുവെന്ന് വാർത്തകളിൽ മുന്നറിയിപ്പ് നൽകുന്നു. സിയോങ് ഹോയുടെ നിർദ്ദേശപ്രകാരം സൈനികർ പുറത്തേക്കോടി കെട്ടിടങ്ങൾ ശക്തിപ്പെടുത്തുകയും വെള്ളം ഒഴുകിപ്പോകാൻ കുഴികൾ കുഴിക്കുകയും ചെയ്യുന്നു. മഴ ഭൂമിയെ ശക്തമായി അടിച്ചു തകർക്കുന്നു. ഔട്ട്പോസ്റ്റ് മുഴുവൻ ചെളിക്കടലായി മാറുന്നു. കൊടുങ്കാറ്റ് കൂടുതൽ ശക്തമാകുന്നു. ഭീകരമായ കാറ്റ് കെട്ടിടങ്ങളെ കുലുക്കുന്നു. കാഴ്ചശക്തി കുറഞ്ഞു വരുന്നു. ഒടുവിൽ സ്ഥിതി അത്യന്തം അപകടകരമാകുന്നതിനാൽ എല്ലാവരും പിൻവാങ്ങാൻ നിർബന്ധിതരാകുകയാണ്. അകത്തേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോൾ മൺ ഇക് തന്റെ കണ്ണട നഷ്ടപ്പെട്ടതായി തിരിച്ചറിയുന്നു. മിക്കവരും അത് മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ സിയോങ് ജെ തന്റെ സുഹൃത്തിനെ സഹായിക്കാൻ തീരുമാനിക്കുകയാണ്. ഇരുവരും ഇരുട്ടിലും മഴയത്തും കണ്ണട തേടി നടക്കുന്നു. പെട്ടെന്നാണ് ദുരന്തം സംഭവിക്കുന്നത്. ശക്തമായ ഒരു കാറ്റ് വലിയൊരു ലോഹ സൈൻ ബോർഡിനെ അതിന്റെ അടിത്തറയിൽ നിന്ന് പിഴുതെറിയുന്നു. ആ ഭീമൻ സൈൻ ബോർഡ് വായുവിൽ നിയന്ത്രണം വിട്ട് ചുറ്റിക്കറങ്ങുകയാണ്. ശബ്ദം കേട്ട് മൺ ഇക്കും സിയോങ് ജെയും മുകളിലേക്ക് നോക്കുന്നു. അടുത്ത നിമിഷം ആ സൈൻ ബോർഡ് അതിവേഗത്തിൽ സിയോങ് ജെയുടെ നേരെ പാഞ്ഞു വരുന്നു. സിയോങ് ജെ ഈ കൊടുങ്കാറ്റിനെ അതിജീവിക്കുമോ എന്ന ചോദ്യങ്ങളോടെ പ്രേക്ഷകരെ ആകാംക്ഷയിൽ ആഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.